മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തിൽ DGCAക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് റിപ്പോർട്ട്. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ മുന്നറിയിപ്പ് DGCA അവഗണിച്ചു. ഒരു വർഷം മുമ്പ് ഇതേ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ വിമാന ഓപ്പറേറ്ററായ VSRന് യൂറോപ്പിലേക്ക് പറക്കാൻ വിലക്കേർപ്പെടുത്തിയെന്നും തുടർ നടപടി സ്വീകരിക്കാൻ DGCA തയ്യാറായില്ല എന്നാണ് വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, ഈ ഒരു വിമാനാപകടത്തിൽ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഒരു പരിശോധനാ റിപ്പോർട്ടൊക്കെ വരണമെങ്കിൽ ദീർഘ സമയമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് കഴിഞ്ഞ വിമാന ദുരന്തത്തിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. DGCAയുടെ വീഴ്ചയെപ്പറ്റി നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ശ്രീനാഥ്? ഹാഷ്മി, 2023 ഇതേ വിമാനം മുംബൈ ലാൻഡ് ചെയ്യുന്നതിനിടെ ഒരു അപകടത്തിൽപ്പെടുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ യൂറോപ്യൻ യൂണിയൻ തേടിയിരുന്നു. കാരണം യൂറോപ്പിലേക്കും ഈ VSR കമ്പനി ഇതേ വിമാനം പറത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഏതാണ്ട് 4 തവണയോളം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഒന്നിന് പോലും കൃത്യമായ ഉത്തരം നൽകാൻ VSR തയ്യാറായില്ല. അങ്ങനെയാണ് ഒരു വർഷം മുൻപ് ഈ വിമാനത്തിന്റെ സർവീസ്, യൂറോപ്പിലേക്കുള്ള സർവീസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് അവർ ഇറക്കിയത്. മാത്രമല്ല, ഈ ഉത്തരവിനെ കുറിച്ചുള്ള വിവരങ്ങൾ DGCAക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് DGCയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയന് വലിയ ഒരു പ്രശ്നം ഉണ്ടാവുകയും അവർ ഈ വിമാന സർവീസ് അങ്ങോട്ടേക്ക് റദ്ദാക്കുകയും അവരുടെ പൗരന്മാരുടെ സുരക്ഷയെ കരുതി ശക്തമായൊരു നീക്കം, ഒരു തീരുമാനമെടുക്കുകയും ചെയ്യുകയും അത് അങ്ങനെ ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു നടപടി എടുത്തിട്ടുണ്ട് എന്ന് DGCA അറിയിക്കുകയും ചെയ്തെങ്കിലും അതിൽ പിന്നീട് DGCയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അപകടം നടന്ന ഇതേ വിമാനത്തെക്കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളതും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.